ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 50 ദിവസം ഒരുങ്ങി 50 നോമ്പെടുത്ത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഒരു വിശുദ്ധ വാരത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഓശാന തിരുനാൾ മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ചക്കാലം നമ്മുടെ പൂർവികര് വളരെ ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും ജീവിച്ചിരുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം, ഈ വിശുദ്ധ വാരം എന്ന് പറയുന്നത്. അവർക്ക് ഈ വിശുദ്ധ വാരത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളാണുള്ളത്. ഈ ഇത്തരത്തിൽ വിശുദ്ധ വാരത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് മോളി ആൻറ്റിയാണ്. ആൻറ്റി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഓശാന ഞായറാഴ്ചയിൽ നിന്നാണ് നമ്മുടെ വിശുദ്ധ വാരം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഓശാന ഞായറാഴ്ച അതിൻ്റെ ഒരു ഒരുക്കം എങ്ങനെയാണ്? കുമ്പസാരം, പള്ളിയിലേക്കുള്ള പോക്ക്, ആ ഒരുക്കത്തിൻ്റെ ഓർമ്മയൊന്ന് പങ്കുവയ്ക്കാമോ? ഓശാനയ്ക്ക് മുന്നേ നമ്മൾ കുമ്പസാരിച്ച് ഓശാന ഞായറാഴ്ച പോലെ കൊണ്ടുവന്ന് വിരൂപത്തിൻ്റെ വെക്കും. വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ദിവസം പള്ളിയിൽ പോകും. പ്രാർത്ഥനയാണാവും. ഓശാന കഴിഞ്ഞ ഈസ്റ്റർ വരെ ശരിക്കും പ്രാർത്ഥനയുടെ ഒരു സമയമാണ്. അപ്പം അങ്ങനെ നമ്മൾ അധികം സംസാരമില്ല, പിന്നെ ബഹളങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ആ ഓശാന ഞായറാഴ്ച തുടങ്ങുന്നതും തൊട്ടും. അത് കഴിഞ്ഞ് ആൻറ്റി, അപ്പം നമ്മളിപ്പോൾ പുതിയ ഓല കൊണ്ടുവരുന്നു. ഓശാന ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും പള്ളിയിൽ നിന്ന് ഓല കിട്ടുന്നത്. നമ്മൾ ഓലയായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയ ഓല നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്? ആ ഓല എടുത്ത് കരിച്ച് ആനാൻവെള്ളം വീട്ടിൽ കാണും. അത് കഴിച്ചിട്ട് നമ്മൾ ഭിത്തിയിലോ ജനലയിലും കതകയിലും ഒക്കെ തൂത്ത് അന്ന് കുരിശ് വരച്ച് അത് മാറ്റി വയ്ക്കുകയാണ്. ഈ പുതിക്ക് പള്ളി പോകാത്ത ആൾക്കാരില്ലേ, അപ്പോൾ ആ ഓല നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നിടത്ത് നമ്മളത് കരിച്ച് അതവർക്ക് കൊടുക്കും. പള്ളിയിൽ നിന്ന് ചിലപ്പോൾ മൊത്തം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നു. അപ്പം ആ ഓല അന്നാരാണ് കൂടുതൽ എടുക്കുന്നത്. ആ ഓല എടുക്കുന്നത്. അപ്പോൾ ഓശാന കഴിഞ്ഞ് ഇനി നമുക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളാണോ ഉള്ളത്? ഈ ഒരു ദിവസത്തെ ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കും? എല്ലാ ദിവസവും അത് കഴിഞ്ഞ് തിങ്കളും ചൊവ്വാഴ്ച എല്ലാം പള്ളിയിൽ പോയി ശനിയാഴ്ച കുമ്പസാരിച്ചാലും ചിലപ്പം വ്യാഴാഴ്ചയ്ക്ക് വേണ്ടി ചിലപ്പോൾ ബുധനാഴ്ച കുമ്പസാരിക്കും. എപ്പോഴും ഇല്ല, ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് കുമ്പസാരിക്കണം, അതായത് ഒരുങ്ങണമെന്ന് കരുതണം. നമ്മൾ ബുധനാഴ്ച കുമ്പസാരിച്ച് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞ് കുളിച്ച് കുരിശ് വരച്ചിട്ട് നമ്മൾ അരി വെള്ളത്തിൽ, അതായത് നമ്മൾ ബുധനാഴ്ച അരി വെള്ളത്തിൽ പുട്ടിന് പിടിക്കുന്ന പോലെയാണ് അരി പിടിക്കുക. അത് അന്ന് മില്ലി കൊണ്ടുപോയില്ല, അന്ന് ഇടിച്ച് പൊടിക്കുക. അരി ഇടിച്ച് പൊടിച്ച് വറുത്ത് മാറ്റി വെക്കും. അതാണ് നമ്മൾ തലേദിവസം മെയിനായിട്ട് ചെയ്യുന്ന കാര്യം. അതെ ബുധനാഴ്ച ചെയ്യുന്ന പരിപാടി. അത് നമ്മൾ ബുധനാഴ്ച അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ വീടിനെ എങ്ങനെയാണ് ഒരുക്കുന്നത്? ഈ ഒരു ദിവസത്തിന് വേണ്ടി വീട് എത്രത്തോളം വൃത്തിയാക്കും? വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുക? വീട് മൊത്തം നമ്മൾ തുണികളെല്ലാം കഴുകാനുള്ളത് മൊത്തം എടുത്ത് മാറ്റി കഴുകും. അതായത് കർട്ടൻ തൊട്ട് സർവ്വത്തും ഷെൽഫുകളെല്ലാം മാറ്റി പുതിയ ഇത് എല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് നമ്മൾ അതായത് പെസഹ വ്യാഴാഴ്ച എല്ലാം ഉച്ചയ്ക്ക് മുന്നേ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കും. അങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം പെസഹ വ്യാഴാഴ്ചത്തിലേക്ക് നമ്മൾ കിടക്കും. പെസഹ വ്യാഴാഴ്ചത്തിലാണ് നമ്മൾ ഒരുക്കം. അപ്പോൾ പെസഹ വ്യാഴാഴ്ചത്തെ ഒരുക്കം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാലും അപ്പം പുഴുങ്ങുന്നതിനും ഒക്കെ ഉള്ള പാത്രങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പുതിയ തരം പാത്രങ്ങളാണോ വാങ്ങിക്കുന്നത്? പുതിയ പാത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. പുതിയ കലം, പുതിയ തവി. നേരത്തെ മൺകലമായിരുന്നു, പക്ഷേ ഇപ്പം സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിക്കുക. എല്ലാ വർഷവും നമ്മൾ പാത്രം ഇതിനായിട്ട് നമ്മൾ പുതിയ പാത്രം മേടിക്കുക. അതായത് ഇപ്പോൾ കുരിശപ്പം പുഴുങ്ങാനൊരു പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കാത്ത വീട്ടിലുണ്ടെങ്കിൽ അതേ എടുക്കുകയുള്ളൂ, പുതിയ വാങ്ങിക്കില്ല. അല്ലെങ്കിൽ പുതിയ കലവും പുതിയ തവിയും വാങ്ങിക്കും നമ്മൾ പാൽ കൊടുക്കുന്നതിന്. അപ്പോൾ ഈ ഒരു ഇനി അറിയാൻ ആഗ്രഹമുള്ളത്, ഈ പെസഹ എങ്ങനെയാണ് ഒരുക്കുന്നത്? പെസഹയുടെ ഒരുക്കങ്ങൾ വീട്ടിലെങ്ങനെയാണ്? ആൻറ്റിയുടെ വീട്ടിലെങ്ങനെയാണ് പെസഹ അപ്പം പുഴുങ്ങുന്നതും പാല് കാച്ചുന്നതും? പെസഹ എൻ്റെ ഓർമ്മയിലെ പെസഹ എന്ന് പറയുമ്പം എല്ലാം റെഡിയാക്കി ക്ലീനാക്കി കഴിഞ്ഞ് ലമിച്ച് പറയും ഈന്തല വരെ വെട്ടിയിടും. കുരിശ് പെസഹായ്ക്ക് മുന്നേ, അതായത് വഴിയിൽ ഈശോ വരുന്നതാണ്. ആരെ കൊണ്ടും വഴക്കുണ്ടാക്കില്ല, പിള്ളേരാരും വഴക്കുണ്ടാക്കില്ല, നമ്മുടെ ഈശോ വരും എന്നാണ് പെസഹായ്ക്ക് പറയുന്നത്. എന്നിട്ട് പെസഹയുടെ അന്ന് എല്ലാവരും ഇങ്ങനെ നമ്മളപ്പം പുഴുങ്ങാനായിട്ടുള്ള മാവെല്ലാം മാവ് ഒഴിക്കുന്നത് കുടുംബനാഥനാണ് മാവ് ഒഴിക്കുന്നത്. അപ്പം വീട്ടിലെ സ്ത്രീകളല്ല അല്ല ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കുടുംബനാഥനാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് ആദ്യമൊന്നും അറിയത്തില്ലെങ്കിൽ എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. പറയുന്നത് പിന്നെ ആ ദിവസം അടുക്കളയിൽ കയറില്ല. അടുക്കളയിൽ അന്നത്തെ അത് അവർക്ക് വേണ്ടിയാണ്. കാരണം നമ്മൾ ഉച്ചക്കത്തേനുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എല്ലാം ക്ലീനാക്കും.
ക്ലീൻ ആക്കി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമേ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മാവ് കുഴച്ച് കുളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാവരും കുളിച്ച് കഴിഞ്ഞ് മാവ് മൊത്തത്തിൽ കുഴച്ച് ഇണ്ടറിയപ്പത്തിനും കുരിശപ്പത്തിനും കൂടെ നമ്മൾ ഒരുമിച്ച് കുഴച്ചിട്ട് കുരിശപ്പത്തിനുള്ളത് കുറച്ചെടുത്ത് മാറ്റി വെച്ച് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് തേങ്ങയും കൂടെ കൂടിയിടും. പിന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ അരിക്ക്, അതായത് 1 കിലോ അരിക്ക് 100 ഉഴുന്നൊന്ന് ആ കണക്കാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരയ്ക്കും. ഉഴുന്നും വേറെ അരച്ച് മാറ്റി വെക്കും. പിന്നെ തേങ്ങ നന്നായിട്ട് അരയ്ക്കത്തില്ല, എന്നാൽ ഒരു ചെറുതായിട്ട് അരച്ച് എല്ലാം കൊടുത്ത് കുടുംബനാഥൻ ഇങ്ങനെ കൊണ്ട് അരയ്ക്ക് ഒരു കെട്ട് കിട്ടും. അതായത് തോർത്തുകൊണ്ട് ഒരു കെട്ട് തലയിലും കെട്ടിയാണ് മാവ് കഴിക്കാൻ നിൽക്കുന്നത്. അതായത് ഒരു വല്ലാത്തൊരു എല്ലാം ചെയ്യുന്നത് കുടുംബനാഥനാണ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് ഉപ്പ് പോലും നോക്കത്തില്ല നമ്മൾ ഈ മാവ് കുഴച്ച് വെക്കുന്നതിനകത്ത്. അത് പക്ഷെ അതെല്ലാം കറക്റ്റായിരിക്കും. അന്നത്തെ അപ്പം ഏറ്റവും നല്ല രുചിയായിരിക്കും. അതെന്നും വേറെ എന്നും ഉണ്ടാക്കിയാൽ അത്രയും ശരിയാകത്തില്ല. പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്ത് വെക്കുന്ന കലം ഒരു വലിയ ചെമ്പുകലം എടുക്കും. ആ ചെമ്പുകലത്തിനകത്ത്, അതായത് ആളുടെ എണ്ണ അനുസരിച്ചാണ് പാത്രത്തിനുള്ളത് എടുക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ അടുത്ത വീടുകളിൽ കൊടുക്കാൻ കാണും, അല്ലെങ്കിൽ നമുക്കുള്ളത് നമ്മുടെ സ്വന്തക്കാരൊക്കെ വരുമല്ലോ. സ്വന്തക്കാരെല്ലാം ഉണ്ട്. ഓരോ ആദ്യം ഏത് വീട്ടിൽ മുറിക്കുന്നോ ആ വീട്ടിലാണ് ആദ്യം മുറിച്ചിട്ടാണ് അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. എല്ലാവരും കൂട്ടായ്മയുടെ ഒരു ഇതല്ലേ? അതെ. അപ്പൊ നമ്മൾ മാത്രം ആയിരിക്കത്തില്ല, നമ്മുടെ അടുത്തുള്ള ബന്ധുജനങ്ങൾ എല്ലാവരും പറയും. അപ്പം മുറിക്കാൻ പറഞ്ഞു നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞിരിക്കും. അപ്പം എല്ലാവരും വരും. അതിലെ ഏറ്റവും പ്രായം ചെന്ന് ആ കുടുംബനാഥനായിരിക്കും നമ്മുടെ വീട്ടിൽ അപ്പം മുറിക്കുന്നത്. അതെല്ലായിടത്തും മുറിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന ആൾക്കാരെ മുറിക്കുന്നത്. അതുപോലെ ആണുങ്ങൾക്കാണ് ആദ്യം പ്രായം ചെന്നവർക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പെണ്ണുങ്ങൾക്ക് കൊടുക്കും. പക്ഷേ ഇപ്പം നേരെ അങ്ങനെയല്ല, കുടുംബനാഥന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടുംബനാഥൻ വാങ്ങിക്കുന്ന അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. പിന്നെ ഇത് അപ്പം പുഴുങ്ങുന്നത് നമ്മൾ കലത്തിനകത്ത് കോലന്തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാഴയിലയുടെ തണ്ടില്ലേ, ആ തണ്ടിനെ ഞങ്ങൾ കോലന്തട, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആകുമ്പോൾ കൊലാഞ്ഞിൽ എടുത്ത് അടി വെക്കും. 3 ചിരട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചപ്പൂട്ടിട്ടാണ് ഇതിൻ്റെ വണ്ടയിലാണ് നമ്മൾ ഈ അപ്പം, അതായത് ഇണ്ടറിയപ്പം വാഴയിലക്കകത്ത് എടുത്തിട്ട് അത് സൈഡ് തിരിഞ്ഞ് 4ആയിട്ട് അതൊരു ഷേപ്പിലാണ് അതുണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അടുത്ത വീട്ടിൽ മരിച്ച് അവർക്ക് കുരിശപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, നമ്മൾ ആ ഇണ്ടറിയപ്പത്തിനകത്തൊരു കുരിശ് വെച്ച് അത് അവർക്കുള്ളതായിട്ട് എടുത്ത് വയ്ക്കും. നമ്മൾ അത് കഴിഞ്ഞ് വട്ടയപ്പം ഉണ്ടാക്കും. വട്ടയപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ള് ചേർക്കത്തില്ല, അല്ലാതെ ശർക്കര മാത്രം അതിനകത്ത് ചേർക്കുകയുള്ളൂ. ഈ മാവിനകത്ത് എടുത്തൊരു ചിരട്ടയ്ക്കകത്ത് അതും വെക്കും. അതായത് 3. അപ്പം ഞാനൊക്കെ ചോദിക്കും എന്നതാ ഇങ്ങനെ 3 അപ്പം നമ്മൾ ആ സ്ത്രീത്വത്തെയാണ് ഓർക്കുന്നത് എന്നാണ് എൻ്റെ വലിയമ്മച്ചിയൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നിട്ട് ഈ കലത്തിൻ്റെ മണ്ട നമ്മൾ തുണി കെട്ടിയിട്ട് അതിൻ്റെ മണ്ടയിൽ വസ്തിക്കകത്താണ് വെക്കുന്നത്. വസ്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്ലേറ്റ് ഇല്ലേ, അന്ന് ഞങ്ങൾ വസ്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് കുരിശും വെക്കും. നമ്മൾ മാവെടുത്ത് ശരിയെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുരിശും വെച്ചിട്ട് 2 മഞ്ഞളും വെക്കുന്നുണ്ട് സൈഡിൽ. എന്തോ ആ കുരിശിൻ്റെ താഴെ അവിടെ 2 ചെറിയ മഞ്ഞൾ കഷ്ണം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഈ മഞ്ഞൾ കഷ്ണം കിട്ടുന്നവരും കുരുത്തോല കിട്ടുന്നവർക്കും ഭാഗ്യമെന്നാണ് പിള്ളേർ. അതിന് വേണ്ടി തന്നെ ഞങ്ങളൊരു മത്സരം നടത്തും. ഈ പാല് കുറുക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇറക്കണം കിട്ടുമല്ലോ, അതിന് അങ്ങനെ ഒരു നോട്ടമുണ്ട്. പക്ഷെ അതൊരു സന്തോഷം. ഈ അപ്പം താഴെ നിലത്ത് വെക്കത്തില്ല, തറയിലേക്ക് എടുത്ത് വെക്കത്തില്ല. വെന്തപ്പം താഴെ വെക്കത്തില്ല. അപ്പം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് വീട്ടിലുള്ളവരൊക്കെ ഈ അടുപ്പത്ത് വെക്കുന്നതും എല്ലാം പുരുഷന്മാരാണ് വെക്കുന്നതും തീ കത്തിക്കുന്നതും എല്ലാം. ആ ജോലി മൊത്തം അന്നത്തത് അവർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഈശോയുടെ ആ ഓർമ്മയാണ് എപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾ അതിനകത്ത് ഇടപെടുന്നില്ലല്ലോ, മൊത്തം ഈശോ അങ്ങനെയാണ് ചെയ്യിക്കുന്നത്. അപ്പം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ അവിടെ തന്നെ എപ്പോഴും കാണും, മാറത്തില്ല. ബാക്കിയുള്ളവരൊക്കെ ഇവിടുന്ന് പ്രാർത്ഥിക്കും. നല്ലൊരു ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയുടെ സമയമാണ് അപ്പം ഉണ്ടാക്കുന്നതും അപ്പം മുറിക്കുന്നോടും വരെ. കഴിഞ്ഞാൽ തന്നെ വീടുകളിൽ പണ്ട് കാരണവന്മാർ മരണപർവ്വം എന്ന് പറഞ്ഞാൽ വായിക്കും. അങ്ങനെ വായിക്കാറുണ്ട്. അത് കഴിയുമ്പോൾ തൊട്ടാണ് ഒരു പ്രത്യേകത നമ്മൾ കൂടുതലായിട്ട് ആ വിശുദ്ധ വാരത്തിലുള്ള ഓർമ്മകൾ വരുന്നത്. പിന്നെ
അതിനുശേഷം അപ്പം മുറിക്കല് എല്ലാവർക്കും മുറിച്ചു കൊടുത്ത് നമ്മുടെ അയൽ വീടുകളിലേക്കും, അതായത് മറ്റു മതസ്ഥർക്കും നമ്മൾ ഈ അപ്പം കൊടുക്കും. പക്ഷേ കുരിശപ്പവും കൊടുക്കത്തില്ല, പാല് കൊടുക്കുന്നതും കൊടുക്കത്തില്ല. ബാക്കി ഇണ്ടറിയപ്പം മാത്രമേ അവർക്ക് കൊടുക്കത്തുള്ളൂ. ഇണ്ടറിയപ്പേ കൊടുക്കാറുള്ളൂ. ഇപ്പം ആൻറ്റി പറഞ്ഞു, നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അപ്പം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരു ട്രഡീഷൻ ആൻറ്റി ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു അനുഭവം പറഞ്ഞ് എല്ലാവരും പറഞ്ഞ അപ്പം പുഴുങ്ങാൻ കുഴപ്പമില്ല, വീട്ടിലെ വിശുദ്ധ കുർബാനയാണ്, അതുകൊണ്ട് മരിച്ച് എന്ന് എഴുതി പുഴുങ്ങാതിരിക്കണമെന്ന് പപ്പായുടെ ചേട്ടൻ. അപ്പോൾ മരിച്ചപ്പം ചേട്ടൻ്റെ മക്കളും ചേട്ടൻ്റെ കൂട്ടുകാരും അവരുടെ കൂട്ടുകാരും എല്ലാം കുറച്ച് പേര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മോനും ഒക്കെ വന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് പുഴുങ്ങാമെന്ന് കരുതി ഞങ്ങൾ അപ്പം പുഴുങ്ങി എന്ത് ചെയ്യുന്ന കുരിശപ്പം വേഗത്തില്ല, മറ്റപ്പമൊക്കെ വെന്തു. ഞങ്ങൾ എന്നിട്ട് ആ കുരിശപ്പം എടുത്ത് ഞങ്ങൾ അപ്പച്ചട്ടിക്കകത്ത് അത് തന്നെ ഒന്ന് വേവിക്കാമെന്ന് നോക്കിയിട്ടും അതും അതേ ഇരിപ്പം ഒരു മാറ്റവും അതിന് വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓവനിലെടുത്ത് വെച്ചിട്ടും ഈ അപ്പം മാത്രം മുറിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അതങ്ങനെ വെന്തിട്ട് വേയില്ല. പിന്നെ ഈ ഇണ്ടറിയപ്പത്തിനകത്ത് നിന്ന് ഒരു കുരിശ് വെച്ച് കൊച്ചു കുരിശപ്പം അന്നെടുത്ത് മുറിക്കാമെന്ന് പറഞ്ഞു. അല്ല പിന്നെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്, ഒരു വിഷയമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നു, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വർഷം അപ്പം പുഴുങ്ങായിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുഴപ്പമില്ല എന്ന് പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും പഴയ പാരമ്പര്യം അനുസരിച്ച് തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ആൻറ്റിപ്പം പറഞ്ഞു, നമ്മൾ ഇണ്ടറിയപ്പം മുറിച്ചു, നമ്മളിത് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഭക്ഷിക്കുന്നു, ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമ്മൾ സാധാരണ പാത്രങ്ങൾ കഴുകുന്ന പോലെ തന്നെയാണോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്? ഈ പാല് നമ്മൾ കുറുക്കിയത് കുടിക്കുന്നത് ആ പാത്രങ്ങളെല്ലാം അത് മൊത്തത്തിൽ കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അത് ഒന്നെങ്കിൽ കന്നാലി തൊഴുത്തിന് മണ്ടയിൽ ഒഴിക്കും, ഇല്ലെങ്കിൽ കിണറ്റിലോ എവിടെയെങ്കിലും ഒഴിക്കില്ല. കാരണം ഒരു കാരണവശാലും അത് പിന്നെ ആരും നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ ഒഴിക്കത്തില്ല. കാരണം അതൊരു അത്ര ബഹുമാനിക്കുന്നുണ്ട് അതിന്. അതൊരു നമ്മൾ ആ ഇതാണെന്ന് പറഞ്ഞാലും അത് നമുക്ക് ഒരു പ്രത്യേകതയാണ് അതിന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കളയാറില്ല. ആൻറ്റി, ഇനി എനിക്ക് അറിയേണ്ടത്, ഇപ്പം ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾ, ഇപ്പം ഞങ്ങളൊക്കെ അപ്പം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അപ്പം പുഴുങ്ങുന്നു, പാല് കുറുക്കുന്നു എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കൂട്ടോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഇണ്ടറിയപ്പം പുഴുങ്ങുന്നതെന്നും പാല് കുറുക്കുന്നതെന്നും ഒന്ന് പറഞ്ഞുതരാമോ? ഇണ്ടറിയപ്പം 1 കിലോ അരിക്ക് ഒരു 100 ഉഴുന്നാണ് ഞാൻ എടുക്കാറുള്ളത്. എന്നിട്ട് ചുമന്നുള്ളി എടുക്കും, വെളുത്തുള്ളി എടുക്കും, ജീരകം ഇടും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം മേടിക്കുന്നതാണ്, പുതുതായിട്ട് മേടിക്കുന്നത്? അതെ, നേരത്തെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും അന്നത്തേനെല്ലാം ഇത് വാങ്ങിക്കുന്നത് എടുക്കുക. കാര്യം കടയിലെ അവിടെ ഇരിക്കുന്ന നമ്മുടെ വീട്ടിൽ വരുന്നത് നമ്മളൊരു പുതുമയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എടുക്കത്തില്ല. അതായത് ഇരുന്നെടുത്ത് അങ്ങനെ അതുപോലെ നമ്മൾ നോക്കും. കാരണം ഇത്രയ്ക്കൊരു നമുക്കതിനോടൊരു ബഹുമാനം ചെയ്യുന്നത് അത്രയും പവിത്രമായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഉഴുന്ന് വേറെ അരച്ചെടുക്കും, ജീരകവും ഉള്ളിയും എല്ലാം കൂടി അരച്ചെടുത്തിട്ട് തേങ്ങ നന്നായിട്ട് അരയ്ക്കുന്നില്ല, എന്നാൽ തേങ്ങ അരച്ച് ഈ ഇണ്ടറിയപ്പത്തിന് കുഴിക്കുന്നതായിട്ട് മൊത്തത്തിൽ കുഴിക്കും. ആ ഇണ്ടറിയപ്പത്തിന് കുഴിക്കുന്ന അപ്പത്തിൽ നിന്ന് കുറച്ചെടുത്ത് കുരിശപ്പത്തിനടുത്ത് മാറ്റി അതിനകത്ത് വെച്ച് തേങ്ങാപ്പാലും തേങ്ങയും കൂടെ കൂടുതൽ ചേർക്കും. എന്നിട്ടാണ് കുരിശപ്പം ഉണ്ടാക്കുക. മറ്റേത് ഇണ്ടറിയപ്പത്തിനെടുക്കും. വട്ടയപ്പം ഉണ്ടാക്കും, പക്ഷേ കള്ളൊഴിച്ചല്ല, അല്ലാതെ ഈ മാവുകൂട്ട് തന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ മാവിൽ തന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുള്ളൂ. ചിരട്ടയ്ക്കകത്ത് ചിരട്ടയ്ക്കകത്തോട്ടാണ് അത് വെക്കുന്നത്. ഈ അകത്ത് ചിരട്ട വെച്ച് ഒരു 3 എണ്ണയിലെ നന്നാകും. അപ്പം ഞാനൊക്കെ കുഞ്ഞിലെ ഞങ്ങളുടെ വല്യമ്മച്ചിയോട് ചോദിക്കും അതെന്താ ഇങ്ങനെ. അപ്പം നമ്മൾ പരിശുദ്ധ ത്രിത്വത്തെയാണ് മനസ്സിൽ ഓർക്കുന്നത്. അതായത് കുരിശപ്പം, പിന്നെ മറ്റേ ഇണ്ടറിയപ്പം, മറ്റേ വട്ടയപ്പം, അങ്ങനെ 3 അപ്പം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മയെന്നാ എന്നോടൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. എനിക്കറിയില്ല. പിന്നെ അത് തന്നെ ഞാനും പിള്ളേരോട് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പം പിന്നെ പാല് കുറുക്കുന്നതിനകത്ത് നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. വെള്ളം ചേർക്കത്തില്ല. തേങ്ങാപ്പാലെടുത്ത് ശർക്കര വേറെ, നല്ല ശർക്കരയാണെങ്കിൽ നമ്മളൊന്ന് ഉരുക്കിയിട്ടാണ്. അതിനകത്ത് എന്തെങ്കിലും പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അത് അരിച്ച് ഈ തേങ്ങാപ്പാലിനകത്ത് ഒഴിച്ച് ജീരകവും ചുക്കും ചേർക്കും. പിന്നെ ഒരു കുരിശോലയിടും. അതായത് നമ്മൾ ഓശാനിക്ക് കിട്ടിയ ഓല ആ ഓലയിട്ട് മഞ്ഞളിടും. അതിനകത്ത് മഞ്ഞളിടും. അതിനകത്ത് പാല് കൊടുക്കുന്നതിനകത്ത് മഞ്ഞൾ കിട്ടുന്ന എല്ലാവരും മഞ്ഞളും കുരുത്തോല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യഭാഗ്യമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെല്ലാവരും അങ്ങനെയായിരുന്നു. പിന്നെ ആ പാത്രങ്ങൾ കഴുകുന്നതാണ് ഞാൻ പറഞ്ഞത്
ഇതുപോലെ കൊണ്ട് വെറുതെ കളയത്തില്ല. അങ്ങനെ പെസഹ ആചരിക്കുന്നു. അതിനുശേഷം ഈ പെസഹ അന്ന് രാത്രി നമ്മൾ പെസഹ ഭക്ഷണമൊക്കെ കഴിച്ചു. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഈ പെസഹ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുമോ? അങ്ങനെ വെക്കാൻ പാടുണ്ടോ? പെസഹ അപ്പം സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ പുളിക്കാത്തപ്പം നമ്മൾ കഴിക്കാമെന്ന് പറയും. പക്ഷേ ഈ അപ്പം മുറിക്കുന്ന കൂട്ട് എപ്പോഴാണേലും വീട്ടിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കണ്ടുവന്നാണ് ഒരു കഷ്ണയിലും വെച്ചേക്കും. അത് രാവിലെ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാണ് ആ അപ്പം നമ്മൾ എടുക്കുകയുള്ളൂ. വന്നിട്ട് അതെ, ദുഃഖവെള്ളിയാഴ്ച എൻ്റെയൊക്കെ ഓർമ്മ രാവിലെയാണ് പള്ളിയിൽ പോയിച്ച് പിന്നത്തെ കുരിശ് ഉച്ച കഴിഞ്ഞ് പോകുന്നത് നമ്മൾ പാതയ്ക്കാണ് പോകുന്നത്. അപ്പം അതും കഴിഞ്ഞ് വന്നേ നമ്മൾ കുളിക്കുകയോ ബാക്കി പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും അതും മാറ്റി വെച്ചേക്കും. അപ്പോൾ നമ്മൾ പെസഹ വ്യാഴാഴ്ച ഉച്ച കൊണ്ട് തീർക്കുന്ന പണികളുടെ ബാക്കി എല്ലാം ചെയ്യുന്നത് ദുഃഖവെള്ളിയാഴ്ച വൈകുന്നേരമാണ്. അതെ, പിന്നെ ദുഃഖവെള്ളിയാഴ്ചത്തെ ഒരു നമ്മൾ നേരത്തെ ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അന്ന് ഒത്തിരി കറികളുണ്ടാകും. അങ്ങനെയായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ പള്ളിയിലാണ്, വൈകുന്നേരത്തെ കുർബാന അത് മാറ്റി. അതുകൊണ്ട് പള്ളിയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഇല്ല. മറ്റൊന്നും അങ്ങനെയല്ല. നേരത്തെ വീട്ടിൽ ഒരുപാട് കറികൾ, വെജിറ്റേറിയൻ കറികളുണ്ടാകും. അതെ അതെ അതെ, അന്ന് ഒത്തിരി കൂട്ടം കറി ഉണ്ടാക്കുന്നു. അത് പിന്നെ നമ്മൾ കഴിക്കുകയുള്ളൂ. എത്ര കൂട്ടമെന്ന് അറിയത്തില്ല. അതൊക്കെ എത്ര പറ്റുന്നിടത്തോളം നമ്മൾ അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറേ വർഷങ്ങളുകൊണ്ട് നമുക്ക് 4 മണിക്കാണ് പള്ളിക്കലെ ശുശ്രൂഷ കഴിഞ്ഞ് രാവിലെ, ഇപ്പം രാവിലെ മുതൽ ആരാധനയാണ്. ആരാധന കഴിഞ്ഞ് പള്ളിയിലാണ് ഭക്ഷണം. അതുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല. രാവിലെ കഴിഞ്ഞ് പോരും. നേരത്തെ പള്ളിയിൽ ആരാധന വ്യാഴാഴ്ചയായിരുന്നു. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ഓർമ്മ രാവിലെയായിരുന്നു കാലിഴിമുത്തും ശുശ്രൂഷകളും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അത്യാവശ്യ പണി ഇല്ലാത്തവരെല്ലാം 1 മണിക്കൂറേലും നമ്മൾ പള്ളി കുർബാന കഴിഞ്ഞ്, അല്ലാതെ അമ്മച്ചിമാർ ഞങ്ങളൊക്കെ പോകുമ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ കുർബാന കഴിഞ്ഞ് 1 മണിക്കൂർ ആരാധനയും കഴിഞ്ഞ് വീട്ടിൽ വരും. അപ്പം വീട്ടിൽ ഇരിക്കുന്നവർ വീട്ടിലെ മറ്റു പണികൾ ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ വന്നു കഴിയുമ്പോൾ അവർ പള്ളിയിൽ പോകും. 1 മണിക്കൂർ എപ്പോഴും നമ്മൾ ആരാധനയ്ക്കായിട്ട്. അപ്പോൾ ഈ നമ്മുടെ പെസഹ വ്യാഴാഴ്ചത്തെ നമ്മുടെ വീട്ടിലെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ്? പ്രാർത്ഥനയുടെ സമയമാണ്. അധികം ബഹളങ്ങളൊക്കെ. പ്രാർത്ഥന, എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലാറുണ്ടോ? കുരിശിന്റെ വഴി അങ്ങനെ പെസഹ വ്യാഴാഴ്ച തൊട്ട് ദുഃഖ വെള്ളിയാഴ്ച വരെയുള്ള സമയങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കുരിശിന്റെ വഴി നമ്മളെപ്പോഴും ആരാധന ആണ്. നമ്മൾ ഈശോയോട് അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. അങ്ങനെ നമ്മളിങ്ങനെ ഈശോയോട് അടുത്ത് കഴിയുന്നതും നമ്മളങ്ങനെ അധികം സംസാരിക്കാതെ അങ്ങനെ ഒരു അനുഭവമായിരുന്നു. പിന്നെ നമ്മൾ വലിയ നോയമ്പ് തുടങ്ങുന്ന തൊട്ട് എല്ലാ വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴി ചെല്ലാറുണ്ടായിരുന്നു. വീട്ടിൽ വീട്ടിലതും കുരിശിൻ്റെ വഴി എല്ലാ വെള്ളിയാഴ്ചയും. ആൻറ്റി പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പെസഹ ഭക്ഷണം നമ്മൾ ആൻറ്റിയൊക്കെ അത്രയും വിശ്വാസത്തോടെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനായിട്ട് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയായിരുന്നു? ഈ ഒരു അപ്പം പുഴുങ്ങുന്നതും അതുപോലെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കും. അതായത് ആവത്തം പടങ്ങുന്നുണ്ടായിരുന്നേ, അല്ലെങ്കിൽ ഈശോയെ കർത്താവെ ആശീർവദിക്കണേ. അതുപോലെ നമ്മളിങ്ങനെ എല്ലാം നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴും, എന്ത് സാധനം എടുക്കുമ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്നൊരു സാധാരണ വീട്ടിൽ ചോറ് അരി എളുപ്പത്തിടുമ്പോഴും കുരിശ് വരച്ചിട്ടേ അരി ഇടുകയുള്ളൂ. ആ ഇടുമ്പോഴും കർത്താവെ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ ഈശോയെ കർത്താവെ ആശീർവദിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അന്നവല്ലേ നമുക്ക് പിന്നെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ ശീലം ഞാൻ ചെറുപ്പം പോലെ വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ വല്യമ്മച്ചിയുടെ ആ ഒരു രീതിയാണ്. അപ്പോൾ ആൻറ്റി, ഇപ്പം നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയും കഴിഞ്ഞു. ഇനി ദുഃഖ ശനിയാഴ്ചയാണ് നമ്മുടെ വിശുദ്ധ വാരത്തിലുള്ളൊരു ദിവസം. അന്നത്തെ ഒരു ഓർമ്മ എങ്ങനെയാണ്? ദുഃഖ ശനിയാഴ്ച പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാറുള്ളത്? ദുഃഖ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇവർ ആണുങ്ങളെല്ലാവരും എല്ലാം കൂട്ടത്തിലോ, ഒരു വീട്ടിലെ മാത്രമല്ല, ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാളായിരിക്കും, ബാക്കി അവരെല്ലാവരും ഒരു ഇത് ചേർന്ന് മീൻ പിടിക്കാൻ പോകും. മീൻകലശനിന്ന് നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. മീൻകലശനി ഇഷ്ടം പോലെ മീൻ കൊണ്ടുവരും. അത് പെണ്ണുങ്ങൾക്ക് പിന്നെ പണിയാണ്. പിന്നെ ഈസ്റ്ററിന് വേണ്ടിയുള്ള, അതെ ഈസ്റ്ററിന് വേണ്ടിയുള്ള, പിന്നെ ബാക്കി ഉണങ്ങി വെക്കും. അപ്പോൾ ഈസ്റ്ററിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ശരിക്കും ദുഃഖ ശനിയാഴ്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ ഈസ്റ്ററാണ്. ഈസ്റ്റർ, അപ്പോൾ ആൻറ്റിയുടെ ഓർമ്മയിലെ ഈസ്റ്റർ എങ്ങനെയാണ്? എപ്പോഴാണ് കുർബാനയ്ക്ക് പോകുന്നത്? ആ ഒരു ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? എത്ര പറ്റുന്നിടത്തോളം നാളിൽ എന്തെങ്കിലും തടസ്സങ്ങളില്ലെങ്കിൽ 3 മണിക്കത്തെ കുർബാനയ്ക്കാണ് പോകുന്നത്. വെളുപ്പിനെ കുർബാന. അതൊരു ഭയങ്കര സന്തോഷമാണ് ആ സമയത്ത് നമ്മൾ. പിന്നെ ആ സമയത്ത് നമുക്ക്, പിന്നെ എനിക്ക് എന്താ പറയുന്നത്, ഇഷ്ട സമയത്ത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞാൽ നടക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം ആ ഉയർപ്പിൻ്റെ സമയത്ത് നമ്മളൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ ആയിരിക്കുന്നത് പറഞ്ഞാൽ അത് ഏതാണ്ടൊരു
വിശ്വാസത്തിൽ എനിക്ക് മക്കളുടെ കാര്യമായിക്കോട്ടെ കുടുംബകാര്യങ്ങളായിക്കോട്ടെ അത് സാധിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. ആൻറ്റിയുടെ ഈസ്റ്റർ സ്പെഷ്യൽ ഡിഷ് എന്താണ്? ഈശ്വരന് കള്ളപ്പം ഇറച്ചിയാണ് ഉണ്ടാക്കാറ് പോയി. പതിവ് എല്ലാ പ്രാവശ്യവും കള്ളപ്പം ഉണ്ടാക്കും. അപ്പം കള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? പുട്ടിനുള്ള ആ പൊടിയുടെ ഇതാണ് തരിയുള്ള പൊടി. അത് കഴിഞ്ഞ് കപ്പി കാച്ചും. അത് കുറച്ച് മാവെടുത്ത് കുറച്ചേ എടുക്കുള്ളൂ. അടുത്ത് കപ്പി കാച്ചും. കപ്പി കാച്ചിട്ട് കള്ളൊഴിച്ച് ഈ മാവ് റോളായിട്ട് ഞാൻ എടുത്ത് വെക്കാറ് പതിവ്. മൊത്തം കുഴച്ച് വന്ന് റോളായിട്ട് വരും. അങ്ങനെ അതെടുത്ത് വെച്ചേക്കും. അന്ന് അത് ഫ്രിഡ്ജിൽ വെക്കും അതോ നമ്മൾ വെറുതെ? അല്ല, ഫ്രിഡ്ജ് വെക്കണം. കൂടുതൽ മാവാണെന്നുണ്ടെങ്കിൽ അന്ന് വേണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് മാത്രം ബാക്കി അന്ന് റോളായിട്ട് എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം തേങ്ങായും ഉള്ളി ജീരകം ഇച്ചിരി വെളുത്തുള്ളി അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതായത് ആവശ്യത്തിനുള്ള മാവേ ഇഞ്ഞെടുക്കുള്ളൂ. ആ റോളായിട്ടുള്ള മാവ് അവിടെ ഇരിക്കും. ബാക്കി ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. കാരണം അങ്ങനെ ഞാൻ കലക്കി വെക്കുകയല്ല. കലക്കി വെച്ചെന്ന് പറഞ്ഞാൽ തേങ്ങ തലേദിവസം ചേർത്ത് കഴിഞ്ഞാൽ അപ്പത്തിനൊരു ഒരു എന്താ വേറെ ഒരു കനപ്പ് പോലെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അത് ഈസ്റ്റർ എന്നല്ല എപ്പോഴും കള്ളപ്പം ഉണ്ടാക്കും ഞാൻ അങ്ങനെ. പിന്നെ അതിനകത്തുനിന്ന് നമ്മൾ പൊടി എടുത്ത് ഇന്ന് വേണ്ട കുട്ടികളുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ഫ്രിഡ്ജ് വെച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നാളെ വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ തേങ്ങയും ചേർക്കാം. പിന്നെ ഒരല്പം പഞ്ചസാര ഇടുക. ആൻറ്റി പെസഹായ്ക്ക് വേണ്ടി ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുകയാണ്. ശരിക്കും ആനയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ പൂർവികരൊക്കെയും വലിയ പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും അവരുടെ വലിയൊരു വിശ്വാസത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഈ വിശുദ്ധ വാര ആചരണം എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ചെയ്യുന്ന ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയും വിശ്വാസം അവരർപ്പിച്ചുകൊണ്ട്, അത്രയും പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട്, അത്രയും ഭക്തിയോടെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ഈ വിശുദ്ധ വാരത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഈ പെസഹ വ്യാഴാഴ്ച വൈകിട്ട് തൊട്ട് ദുഃഖ വെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയൊക്കെ സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച്, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് സമയം കണ്ടെത്തിയിരുന്നത്. വീട്ടിലെ ജോലികളൊന്നുമല്ല, അതിലൊക്കെ ഉപരി പ്രാർത്ഥനയാണ് വലുതെന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠമാണ് നമ്മുടെ പൂർവികർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ഈസ്റ്ററിൽ നമുക്കും ഇവരിൽ നിന്ന് സ്വീകരിക്കാവുന്നത് ഈ ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ഒരുപാട് ഒരുക്കത്തോടു കൂടി ഈ ഒരു ഈസ്റ്ററിനെ വരവേൽക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഈ ഒരു ഈസ്റ്റർ എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ നാളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻറ്റിക്ക് ഈസ്റ്ററിൻ്റെയും ഈ ഒരു വിശുദ്ധ വാരത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും.